എല്ലാവരും ടെൻഷനായിരിക്കും. ടെൻഷനൊന്നും വേണ്ട. നമുക്ക് ഫസ്റ്റ് ടൈമിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുക ടോപ്പിക്കിലേക്കാണ് നമ്മളിപ്പം പറയുന്നത്. ഓക്കെ, സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ലോസ് ഏതൊക്കെയാ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റീവ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, അവഗാഡ്രോ ലോ, ഗേ-ലൂസാക്സ് ലോ. മക്കളെ ഇതിൽ നിന്ന് ചോദിക്കാം, ഡയറക്റ്റ് ചോദിക്കാം ആരാ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ തന്നിട്ട് ഇത് രണ്ട് കോമ്പൗണ്ട് തന്നിട്ട് ഇത് ഏത് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പം അല്ലെങ്കിൽ ഒരു ലോ ചോദിച്ചിട്ട് ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. അപ്പം നിങ്ങൾ ലോ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും ലോ ഓഫ് ഡെഫിനിറ്റീവ് പ്രൊപ്പോർഷനും ഒക്കെ പഠിക്കുമ്പം നിങ്ങൾ എക്സാമ്പിൾ സഹിതം വേണം പഠിക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ലോ മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തില്ല. ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ എക്സാമ്പിൾ വെച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വേണം ലോ എഴുതാൻ. ഓക്കെ, അത് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ലോയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് ഡിഫൈൻ ചെയ്യാൻ AMU എന്തുവാ, 1 മോൾ എന്തുവാ എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യാനും, അല്ലെങ്കിൽ മോള് തന്നിട്ട് ഒരു നമ്പർ ഓഫ് മോളിക്യൂൾ അല്ലെങ്കിൽ മാസ് തന്നിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് മക്കളെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര ഉണ്ട് എന്നുള്ള കാൽക്കുലേഷനും ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തതാ മാസ് പെർസെൻറ്റേജ് എന്തോ അത് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും, മൊളാലിറ്റി ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും, മൊളാരിറ്റി ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും, മോൾ ഫ്രാക്ഷൻ. ഓക്കെ, ഇതിൽ നിന്നൊക്കെ പ്രോബ്ലവും ഉറപ്പാണ്. പ്രത്യേകിച്ച് മൊളാരിറ്റിയും മാസ് പെർസെൻറ്റേജ്, മൊളാരിറ്റി, മോൾ ഫ്രാക്ഷനും ഒക്കെ പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. അതിൽ നിന്നുള്ള പ്രോബ്ലം ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡെഫിനിഷൻ ചോദിക്കും അല്ലെങ്കിൽ പ്രോബ്ലവും ചോദിക്കും. ഓക്കെ, അടുത്തതായി ലിമിറ്റിംഗ് റിയേജന്റ് എന്തോന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. ലിമിറ്റിംഗ് റിയേജന്റ് വെച്ചുള്ള ഒരു പ്രോബ്ലം എന്തായാലും കാണും മക്കളെ. ലിമിറ്റിംഗ് റിയേജന്റ് വെച്ചുള്ള പ്രോബ്ലം, ഇതിൽ ഏതാ ലിമിറ്റിംഗ് റിയേജന്റ്, എത്ര പ്രോഡക്റ്റ് ഫോം ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ട് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് പോകേണ്ട ടോപ്പിക്കാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് എംപിരിക്കൽ ഫോർമുല ഡിഫൈൻ എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല എന്ന് ചോദിക്കും. അല്ലെങ്കിൽ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കാൽക്കുലേഷൻ ചോദിക്കും. ഓരോ എലമെന്റിന്റെ പെർസെൻറ്റേജ് തന്നിട്ട് അതിന്റെ എംപിരിക്കൽ ഫോർമുല എത്ര, മോളിക്കുലർ ഫോർമുല എത്ര എന്നുള്ള കാൽക്കുലേഷനും. മക്കളെ സം ബേസിക് കോൺസെപ്റ്റിൽ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള മാർക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഉറപ്പായിട്ട് ഇത്രയും ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. ഓക്കെ, അടുത്ത സ്ട്രക്ചർ ഓഫ് ആറ്റം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒത്തിരി നമുക്ക് പഠിക്കാം. ടോപ്പിക്കുകൾ കുറേ ഉള്ളൊരു ചാപ്റ്ററാണ് ഇല്ലേ, കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാറുണ്ട്. ഓക്കെ, അതിന് പ്രോബ്ലവും ചോദിക്കാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാം. അതിൽ ഒന്നാമതാണ് കാഥോഡ് റേ, കനാൽ റേ, അതിൻ്റെ പ്രോപ്പർട്ടീസ്. 2 പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേ അല്ലെങ്കിൽ കനാൽ റേ എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മക്കളെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇതൊക്കെ ആരാണ് കണ്ടുപിടിച്ചത്, ഇതിൻ്റെയൊക്കെ ചാർജ് എത്ര, മാസ് എത്ര, അതും നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. തേർഡ് ടോപ്പിക്ക് മക്കളെ ജെ തോംസന്റെ മോഡലിൽ നിന്ന് പ്ലം പുഡിംഗ് മോഡല്, വാട്ടർമെലോൺ മോഡലിൽ നിന്ന് 1 മാർക്ക് ചോദിക്കാവുന്നേ. ആരാ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലോൺ മോഡല് ആരാ കണ്ടുപിടിച്ചതെന്നുള്ളത് പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ, അടുത്തത് മക്കളെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റ്, അതിന്റെ ഒബ്സർവേഷന്, അതിന്റെ കൺക്ലൂഷൻ, അതിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്ന ന്യൂക്ലിയർ മോഡൽ എന്തുവെന്ന് എഴുതണം. ആ റൂദർഫോർഡിന്റെ മോഡലിന്റെ ലിമിറ്റേഷൻസ് എന്തുവാന്നുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് 100% പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ടോപ്പിക്കിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്തുവാന്നുള്ളത്. ഡിഫൈൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്തോന്നുള്ളതും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തുവാന്നുള്ളതും ചോദിക്കാം. ഓക്കെ, അടുത്ത മക്കളെ ലൈൻ സ്പെക്ട്രോ ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്ര ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്ര അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഓഫ് ആറ്റംസ് എന്നറിയപ്പെടുന്നത് ഏത് സ്പെക്ട്രയാണ്? അബ്സോർഷൻ, എമിഷൻ സ്പെക്ട്രയിൽ ഉള്ളതുണ്ട്. അപ്പൊ അതില് ഫിംഗർ പ്രിന്റ് ഓഫ് ആറ്റംസ് എന്നറിയപ്പെടുന്നത് ഏത് സ്പെക്ട്രയാണ്? അല്ലെങ്കിൽ ലൈൻ സ്പെക്ട്രോ ഹൈഡ്രജനിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പം വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ആ ഇക്വേഷൻ വെച്ച് എങ്ങനെ വേവ് നമ്പർ കണ്ടുപിടിക്കുന്നത് എന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചോണ്ടേ പോകാവുള്ളൂ. ഓക്കെ മക്കളെ, അടുത്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ മക്കളെ ബോർ ആറ്റം മോഡൽ. ഉറപ്പായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ബോർ ആറ്റം മോഡൽ. അതിന് ലിമിറ്റേഷൻസ് ഓഫ് ബോർ ആറ്റം മോഡൽ എന്ന് അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാം. ഒന്നുകിൽ ബോർ ആറ്റം മോഡൽ ഏതൊക്കെ അതിന്റെ പോസ്റ്റേഴ്സ് എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റേഷൻസ് ചോദിക്കും.
ഓക്കെ, അടുത്ത് ചോദിക്കാവുന്നത് ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ എഴുതാൻ. അതിൽ നിന്ന് പ്രോബ്ലവും ചോദിക്കും, ലാംഡ കണ്ടുപിടിക്കാനുള്ളതും. അല്ലെങ്കിൽ ലാംഡ കണ്ടുപിടിക്കുക, വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, വേവ് നമ്പർ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. അതൊക്കെ നമുക്ക് അല്ല സിമ്പിൾ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷനിൽ നിന്നുള്ള പ്രോബ്ലവും ചോദിക്കാം. ഓക്കെ, അടുത്ത മക്കളെ 100% നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റിനാണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷന് എഴുതണം. ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം, അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലവും ചോദിക്കും. നിങ്ങൾ ടേംസ് മൊത്തം തരും, യൂണിറ്റ് കൺവേർഷൻ ശ്രദ്ധിച്ചോണം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. അത് ശ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഡയറക്റ്റ് 1 മാർക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ശ്രോഡിഞ്ചർ വേവ് ഇക്വേഷന്. ഷേപ്സ് ഓഫ് ഓർബിറ്റൽസ് ഏതൊക്കെയാ? ഓർബിറ്റൽസിന്റെ ഷേപ്പ്, അല്ലെ 1s ഷേപ്പ് വരയ്ക്കാൻ ചോദിക്കും, 2s, അങ്ങനെയുള്ള ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത 100% ഇമ്പോർട്ടൻ്റ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് എന്തുവാണ്? ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെ ടൈപ്സ് ആണ്? ആ 4 ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ 3 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂ തരും, നിങ്ങൾ ഓർബിറ്റ് ഏതാന്ന് റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ ഒരു ഓർബിറ്റ് തന്നിട്ട് അത് വെച്ച് ക്വാണ്ടം നമ്പേഴ്സ് എഴുതാനും ചോദിക്കും. അപ്പോൾ അത് പഠിച്ചോണം. ക്വാണ്ടം നമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് കേട്ടല്ലോ. ഓക്കെ, അതിൽ നിന്നും ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള ഡിഫറൻസും ചോദിക്കും. എന്താ ഓർബിറ്റിനും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഓഫ് പ്രിൻസിപ്പിൾ, ഒരു പ്രിൻസിപ്പിൾ എന്തായാലും ഉറപ്പാ. ഓഫ് പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഈ 3 അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്തുകൊണ്ട് ഇങ്ങനെ ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് ഇതിൽ ഏത് എക്സാക്റ്റ്, ഇത് ഏത് റൂളുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്നുള്ള ക്വസ്റ്റ്യനും ചോദിക്കും. ഓക്കെ, എന്തായാലും റൂള് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അടുത്തത് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ. എന്തുകൊണ്ട് അത് 4s1 3d5 അല്ലെങ്കിൽ 4s1 3d10 എന്നായി? അതെന്തുകൊണ്ട് d5ഉം d10ഉം ആകാനുള്ള കാരണം അത് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ടോപ്പിക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത 3ാമത്തെ ചാപ്റ്ററിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, പഠിക്കുക എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അതിന് ചോദിക്കാവുന്ന നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഒന്ന് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഡൊബറൈനിന്റെ ട്രയാഡ്സ്, അതിന് എക്സാമ്പിൾ 1 മാർക്ക് ചോദിക്കും. ഇനി ജോൺ ന്യൂലാൻഡിന്റെ ലോ ഓഫ് ഒക്ടേവ്സ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് ചോദിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് മെന്റലി പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അദ്ദേഹത്തിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ക്ലാസിഫിക്കേഷന്റെ, അല്ലെങ്കിൽ മെന്റലി അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ലോ എന്തോന്ന് ഡയറക്റ്റ് ചോദിക്കാം. നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ട് പോകേണ്ട ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ബ്ലോക്ക് ഏതൊക്കെ ടൈപ്പ്, അത് അങ്ങനെ ബ്ലോക്കുകൾ ഏതൊക്കെയാ? പിന്നെ ഗ്രൂപ്പിന്റെ ഒക്കെ നെയിം, അല്ലെങ്കിൽ ഏത് ബ്ലോക്കാ ഏത് ഗ്രൂപ്പാന്നൊക്കെ കണ്ടുപിടിക്കണം, ഏത് പീരീഡാന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ, ഇനി ഡി ആൻഡ് എഫ് ബ്ലോക്ക്, ഡിയുടെ എഫിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൂടെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ട് പോകണം. 1 മാർക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് അറ്റോമിക് അല്ലെങ്കിൽ അയണിക് റേഡിയയുടെ വേരിയേഷന്. അയനൈസേഷൻ എന്താൽപ്പി എന്തോന്ന് ഡിഫൈൻ ചെയ്യണം, അതിൻ്റെ ഗ്രൂപ്പിലും പീരീഡും ഉള്ള വേരിയേഷൻ. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയാന്ന് ഡിഫൈൻ ചെയ്യണം, അതിൻ്റെ ഗ്രൂപ്പിലും പീരീഡും ഉള്ള വേരിയേഷനൊക്കെ. ഈ അയണിക് റേഡിയ വരുന്നത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്തോന്ന് എഴുതാൻ, അല്ലെങ്കിൽ കുറച്ച് മോളിക്യൂൾ വന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് എലമെന്റ്സ് വന്നിട്ട് അതിനകത്ത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതൊക്കെയാണെന്ന് എഴുതാൻ ഒക്കെ ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ തന്നിട്ട് ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് എന്തുവാണ്, അപ്പോൾ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്, അത് ഏത് സ്പീഷീസ് ആണ്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ, അടുത്തത് വേരിയേഷൻ ഓഫ് ഈ ഓരോന്നിൻ്റെയും അറ്റോമിക് റേഡിയ, അയണിക് റേഡിയ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, അയനൈസേഷൻ എന്താൽപ്പിയുടെ വേരിയേഷൻ, ഗ്രൂപ്പിലും പീരീഡും ഉള്ള വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ, എന്തുകൊണ്ട് അങ്ങനെ വേരിയേഷൻ വന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കും. അതിൽ നിന്ന് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റിന് അയനൈസേഷൻ എന്താൽപ്പി, എന്തുകൊണ്ട് നൈട്രജൻ ഓക്സിജനെക്കാട്ടി ഹയർ അയനൈസേഷൻ എന്താൽപ്പി വന്നു എന്നുള്ള ക്വസ്റ്റിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ.
ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ നിന്ന് ലാസ്റ്റ് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ്, വൈ ക്ലോറിൻ ഹാവ് മോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ദാൻ ഫ്ലൂറിൻ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്തോ എന്നുള്ളതും ചോദിക്കാം. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിൽ നിന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ നാളെ എക്സാം എഴുതുന്നതിന് മുമ്പ് ഉറപ്പ് വരുത്തണം ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കേട്ടല്ലോ? ഓക്കെ.